അമിത വണ്ണമുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല നല്ല വണ്ണമുള്ള നല്ല തടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ് 100% വരും. അതിൽ ഒരു സംശയമില്ല. കാര്യം ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെയിറ്റ് അത്രയും താങ്ങുന്നത് ഈ നീ ജോയിന്റ് ആണ്, പിന്നെ ആംഗിൾ ജോയിന്റ്. നീ ജോയിന്റ് കഴിഞ്ഞിട്ടേ ആംഗിൾ ജോയിന്റിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അത്രയും സ്ട്രെയിൻ അവിടേക്ക് പോവാണ്. അപ്പൊ ഇൻക്രീസ്ഡ് പ്രഷറാണ്. അത്രയും പ്രഷർ നീ ജോയിന്റിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഒരുപാട് കാലം അങ്ങനെ പ്രഷർ കൂടി 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 നിൽക്കുകയാണ്. മീൻസ് വെയിറ്റ് കുറയ്ക്കുന്നൊന്നുമില്ല, ഓവർ വെയിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ തള്ളൽ വരുമ്പോൾ അതിനിടയിലുള്ള സ്പേസ് മീൻസ് ആ ജോയിന്റിൽ ഓരോ എല്ലുകൾക്കും ഇടയിൽ വരേണ്ട സ്പേസ് കുറയാൻ തുടങ്ങും. കുറഞ്ഞു വന്ന് നല്ല രീതിയിൽ ആ ഒരു നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പോലുള്ള കണ്ടീഷനിലേക്ക് മാറും. അതാണ് മെയിൻ സംഭവം വരുന്നത്. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഫാറ്റ് സെൽസ് ഉണ്ടാവും. ആ ഫാറ്റ് സെൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം. അങ്ങനെ പല കേസുകളുണ്ട്. കാൽമുട്ടിൽ ഫ്ലൂയിഡ് കുറയും സ്വാഭാവികമായിട്ടും. പ്രഷർ ചെല്ലല്ലേ, അപ്പൊ അതിനുള്ളിൽ പ്രഷർ ചെന്ന് അതിനിടയിലുള്ള സ്പേസ് കുറഞ്ഞതനുസരിച്ച് അവിടെയുള്ള ലൂബ്രിക്കേഷൻ കുറയും. ആ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അളവും കുറയും, അപ്പോൾ ലൂബ്രിക്കേഷനും കുറയും. ആ നോർമൽ മൂവ്മെന്റ്സ് നടക്കത്തില്ല. പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വെയിറ്റ് കുറയ്ക്കാനുള്ള വേറെ എന്തെങ്കിലും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണോ അത് ഉണ്ടാക്കുന്ന നിദാനം മീൻസ് കോസ് എന്താണോ അത് ആദ്യം മാറ്റുക എന്നുള്ളത്. നിദാന പരിവർജനമാണ് ആദ്യം ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ബാക്കി ഏത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, പെയിൻ കുറയ്ക്കുന്നു, എഗെയിൻ അത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും.